ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡി കേക്കായിട്ടുള്ള ഡൽഗോണ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അല്പം കോഫി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി കോഫി പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി കേക്കിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂണ് മൈദ എടുത്ത് മാറ്റി വെക്കാം. ഇതിന് പകരം നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡാർക്ക് കളറിലുള്ള വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് കളറിലുള്ള വാനില എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിയുടെ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പിന് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫിയും അതുപോലെ തന്നെ ഫ്ലോറും ആണ്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോഫിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം പൊടിയും പിന്നെ അല്പം കോഫിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു മുട്ട പതഞ്ഞ് പൊങ്ങിയത് താഴ്ന്നു പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് എടുത്താലേ ഉള്ളൂ ഒരു 3 ലെയർ ആക്കാൻ ഉണ്ടാവുള്ളൂ. 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുത്താൽ അത് 2 ലെയർ ആക്കാനേ കേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 ലെയറിലാണ് ചെയ്യുന്നത്. ഇനി കേക്ക് ടിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് കൺവെൻഷൻ ഓവനിലാണ്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 25 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ട സമയം. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. കുക്കറിലും അതുപോലെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെസിപ്പീസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറി വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഡൽഗോണ കാരമൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം വേണം അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒരുക്കിയെടുക്കരുത്. അപ്പോൾ ഇത് പിന്നെ അത് കരിഞ്ഞിട്ട് കയ്പ്പ് രസമാണ് വരിക. അപ്പോൾ വളരെ സാവധാനം വേണം ഇത് മെൽറ്റാക്കി എടുക്കാൻ. ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി.
പഞ്ചസാര മെൽറ്റായി ഇതുപോലൊരു ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബട്ടർ സ്കോച്ച് സോസ് ഒന്നും ചെയ്യുന്നത് പോലെ അത്രക്കും കളറാവാൻ നിൽക്കണ്ട. കാരണം നമ്മളിതിൽ ക്രീമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നേരിട്ടുള്ള കാരമലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന് കയ്പ്പ് രുചി വരും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ പഞ്ചസാര നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ബട്ടർ പേപ്പറും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ അടുത്ത് റെഡിയാക്കി വെക്കണം. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സമയം വൈകി കഴിഞ്ഞാൽ പിന്നെ അത് കയ്പ്പ് രസമായി പോവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനും പറ്റും കേട്ടോ, ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ക്രീം വിപ്പ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊന്ന് വെള്ളത്തിൻ്റെ അംശം വന്നിട്ട് ഇത് കട്ടയായിട്ട് വരും. അപ്പോൾ ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പെട്ടെന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിലുള്ള കേക്കിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ചെയ്താലും മതി ഈ ഒരു കാരമൽ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്രീമിന്. കേക്ക് ചൂടാറി വന്നതിന് ശേഷം ഞാൻ കേക്കിനെ അതുപോലെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇതിൽ പഞ്ചസാര ചേർത്തിട്ട് ഷുഗർ സിറപ്പാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഫിയുടെ ഫ്ലേവർ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുള്ള കാരമൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോക്കോ ചിപ്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും നമ്മുടെ കോഫി വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത് കേക്കിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു ഭാഗമാണ്. എന്നിട്ട് അതിന് കോഫി വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ കാണുന്ന ഈ ചെറിയ ചെറിയ തരികൾ കേക്കിൻ്റെ ക്രംസ് അല്ല കേട്ടോ. ഈ ഒരു ക്രീം ഇങ്ങനത്തെ ക്രീമാണ്. നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു പൊടീൻ്റെ തരി ഈ ഒരു ക്രീമിൽ ഇതുപോലെ കേക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കാണും. ഇപ്പോൾ കേക്കിന് ഞാൻ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്. വേറെ ഗണേശൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗണേശൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള കാരമലിൻ്റെ പീസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഡൽഗോണ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ഇതുപോലെ ക്രീം ചെയ്ത കേക്കെല്ലാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്